എന്ത് വേണം? ഞാൻ CI രാജശേഖർ സാറ് പറഞ്ഞിട്ട് വരാം. അമ്മ പുഷ്പവല്ലി കൊന്നമ്മേ. എന്തിനാ കൊന്നേ? പാവം. ഞാൻ നിന്നെ അവിടെ അച്ഛൻ കിടന്ന് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഈന്തപ്പഴം ഉണക്കി കാശുണ്ടാക്കണ്. ഇവിടെ ഞാൻ ഓരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഓടി നടക്കണ്. അവൾ അന്നേരം സീരിയലിന്റെ അകത്ത് കയറിയിരിക്കണം. നിനക്കൊന്നും പഠിക്കാനില്ല കൊച്ചെ ഇവിടെ. എപ്പോഴും എങ്ങനെയാ പഠിച്ചോണ്ടിരിക്കണേ? കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടേ? ടീച്ചർ പറഞ്ഞല്ലോ ഇടയ്ക്ക് വിശ്രമിച്ചോളാം. നീ എന്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും. പെണ്ണെ, നിനക്ക് MBBS അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. വല്ലതൊരു നല്ലോണം പഠിക്കാൻ നോക്കിക്കോ. MBBS എനിക്കോ? എനിക്കൊന്നും പോകാൻ പറ്റൂല. അന്ന് നിനക്ക് പോയാല്? എനിക്ക് പോകാൻ പറ്റൂല. അമ്മ വേണമെങ്കിൽ പൊക്കോ. എടി, നിന്നെ എന്തിനു വിടണമെന്നുള്ളത് എനിക്കറിയാം. നിന്നെ വിടണേന് അങ്ങ് പഠിച്ചാൽ മതി. കഷ്ടിച്ച് ജയിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോളെ കെട്ടിച്ച് വിടുന്ന സ്വപ്നത്തിൽ നീ വിചാരിക്കണ്ട. അതിന് കല്യാണം കഴിക്കുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നിന്നെ ഒരു MBBS കാരനെ കൊണ്ടല്ലാതെ വേറെ ഒരാളെ കൊണ്ട് ഞാൻ കെട്ടിക്കൂല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകൂല. പോകും. നിന്നെ ഞാൻ വിടും വിടും വിടും. അമ്മ എനിക്ക് പോകാൻ പറ്റൂലെന്ന്. എന്താ പോയാല്? അവിടെ നാരായണ ചേച്ചിയുടെ മോൻ റഷ്യ പോയതോ? ദിവാകരൻ ചേട്ടന്റെ മോൻ ചൈനയിൽ പോയതോ? അമ്മ അവരൊക്കെ പഠിച്ചതല്ല ഞാൻ പഠിക്കുന്ന ഗ്രൂപ്പ്. പെണ്ണെ, നീ അധികം കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ. നിനക്ക് ഇവിടെ എന്തിന്റെ ഉറവാടി? ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, ട്യൂഷന് ട്യൂഷൻ. എന്നിട്ട് അവൾക്ക് ഒരു 5 വർഷം പുറത്തു പോയി പഠിക്കാൻ വന്നപ്പോ അവൾക്ക് പറ്റില്ലെങ്കിൽ നീ പഠിത്തം നിർത്തിയേക്കാൻ കൂടെ. സ്കൂളിൽ പോകാത്ത അമ്മയുടെ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോയിട്ടില്ലടി, ഞാനും പോയിട്ടില്ല, നിന്റെ അച്ഛനും പോയിട്ടില്ല. ഞങ്ങളെ കൊണ്ടാവാത്തത് ഞങ്ങളുടെ മകളെ കൊണ്ട് സാധിക്കണമെന്ന് പറഞ്ഞിട്ട് അത് സാധിച്ചില്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. എന്റെ ദൈവമേ, ഇത് നാട്ടിലറിഞ്ഞ എനിക്ക് നാണക്കേടാ. നാണം കേടാ. നീ വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോയോ? അതൊന്നും നടക്കൂല. നീ MBBS എടുത്ത് നിന്നെ ഒരു MBBS കാരനെ കൊണ്ട് കെട്ടിച്ച് രണ്ടുപേരും കുഴലും തൂക്കി കാറിൽ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ. എന്റെ അമ്മ ഒന്ന് ഇവിടെ ഇരുന്നേ. ഞാൻ പറയണത് ഒന്ന് കേക്ക്. പറ. എനിക്ക് പോകാൻ പറ്റൂല. ഞാനേ ഹ്യൂമാനിറ്റീസ് കാര്യാ. എന്റെ ദൈവമേ, ഹ്യൂമാനിറ്റീസാ? എന്നിട്ടുണ്ടാടി നീ ഇത്ര നാളും പറയാതിരുന്നത്? ഇപ്പോഴാണ് പറയണത്. വേഗം ഒരുങ്ങി ആശുപത്രി പോകാം. എന്തിന്? ഹ്യൂമാനിറ്റീസിന്. പുറത്ത് ചന്ദ്രൻ ചേട്ടന്റെ മൂക്ക് തന്നെയായിരുന്നു. നീ പേടിക്കണ്ട, വേഗം റെഡി ആവാൻ നോക്ക്. അയ്യോ എന്റെ അമ്മേ, അത് അപ്പൻഡിസൈറ്റിസാ. രണ്ടും ഒന്ന് തന്നെയാ. നീ പേടിക്കണ്ട, അത് മാറാവുന്ന അസുഖമുള്ളൂ. വേഗം റെഡി ആവാൻ നോക്ക് കൊച്ചേ. അമ്മയ്ക്ക് മുഴുത്ത ഭ്രാന്ത്. അച്ഛൻ വിളിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കണ്ട്. ഒരു സമയത്ത് എനിക്ക് സ്വയം തരൂല. ദൈവമേ, ഈ പെൺകൊച്ചിന് തന്നെ പറ്റി. അസുഖം വന്നാ നോക്കണ്ടേ? ഹലോ, സുഗതൻ ചേട്ടാ, ഒന്ന് വേഗം വരാം. ഓട്ടോ ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാനാ. അവക്ക് എന്നാണ്ട് ഹ്യൂമാനിറ്റിസം പോലെ. സുഗതൻ ചേട്ടാ, പുറത്ത് ആരോടും പറയല്ലേ. ശരി ശരി. വേഗം പോര്. ശരി ഓക്കെ. എടി പെണ്ണെ, കഥക് തുറക്കാൻ. അമ്മ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേക്കണ്ട. എടി നീ ഒന്ന് കഥക് തുറക്കാൻ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ എല്ലാം നാളെ ടീച്ചറോട് പറഞ്ഞോളാം. ടീച്ചറാണോടി നിന്റെ രക്ഷകർത്താവ്? അവരാണ് നിനക്ക് MBBS പഠിക്കാൻ കാശ് തരുന്നത്. തുറക്കാനും കഥക്. അമ്മ ഒന്ന് പോമോ? നീ വേഗം റെഡി ആവുന്നുണ്ടോ? ഇല്ല. എടി പെണ്ണെ, MBBS പിന്നെ പോയാ മതി. ഹ്യൂമാനിറ്റീസ് മാറിയിട്ട് പോയാ മതി. എന്തൊരു കഷ്ട ദൈവമേ ഇത്. എടി പെണ്ണെ, കഥക് തുറക്കാൻ. ഇവിടെ അയ്യോ ചേട്ടൻ. ഹലോ ചേട്ടാ, നാളെയോ? ശരി. ഓക്കെ. എടി പെണ്ണെ, നിന്റെ അച്ഛൻ വരുന്നു. ഇനി നിന്റെ അടവൊന്നും നടക്കൂല. നിന്നെ നാളെ തന്നെ ആശുപത്രി കൊണ്ടുപോകും. എന്താ പറ്റി മോളവിടെ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ഓട്ടോറിക്ഷ കൊണ്ട് വരാൻ പറഞ്ഞേ? അവക്കെന്തോ അസ്വസ്ഥതയൊക്കെ പോലെ. ചേട്ടാ, എനിക്ക് ഒരു അസ്വസ്ഥതയില്ല. ആ ഓട്ടോയിൽ ഈ അമ്മയെ കൊണ്ടുപോയി വല്ല മെഡിസിൻ മേടിച്ചു കൊടുക്ക. എന്താ ഈ കുട്ടി പറയണത്? മരുന്ന് എന്താന്ന് അറിയണ്ടെങ്കിൽ ഈ മെഡിസിൻ മേടിച്ചു കൊടുക്കണത്? അവളെന്നെ കളിയാക്കണതാ MBBS വിടുന്ന ദേഷ്യം കൊണ്ട്. എന്തൊക്കെ ഈ പറയണത്? MBBS ദേഷ്യം എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവില്ല. എന്താ കാര്യം? എന്റെ ചേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ ഒരെണ്ണല്ലേ ഉള്ളൂ. ഞങ്ങൾക്കോ പഠിക്കാൻ പറ്റിയില്ല. ഇവളൊരു MBBS കാരിയായി കാണാനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് ഇല്ലാത്ത കാശ് മുടക്കി അഡ്മിഷൻ എടുത്തപ്പോൾ അവൾക്ക് പഠിക്കാൻ കഴിയൂല. ഓരോ മുട്ടുന്യായവും പറഞ്ഞിട്ട് അവള് കഥ കടച്ചകത്ത് കയറിയിരിക്കണ കാണുന്നത്. വിടരുത്. എന്ത് വന്നാലും MBBS വിടണം. ഞാൻ എന്റെ മോനെ MBBS വിടാൻ വേണ്ടിട്ട് വീടും പറമ്പും ഒക്കെ വേണമെങ്കിൽ വെക്കും. അതിനാ ചെക്കൻ 10ാം ക്ലാസ് പാസ്സാവണ്ടേ? അന്ന് ഇനിയിപ്പോ തൽക്കാലം സുഗതൻ ചേട്ടൻ പോ. ഇനി ആ സാധനം കഥക് തുറക്കണ്ടേ? ഒരാവശ്യമില്ലാണ്ട് ഓട്ടോ വിളിച്ചിട്ട് ഇനി അതിന്റെ കാശൊക്കെ പിന്നെ തരാം. ചേട്ടൻ പോ ഇപ്പൊ തൽക്കാലം.